പോളിംഗ് ശതമാനത്തിന് വലിയ വർധനമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു SIR ശേഷം പ്യൂരിഫൈഡ് ചെയ്തൊരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു 6% ഒക്കെ വ്യത്യാസം വരാനിടയുണ്ടെന്നാണ് നമ്മളെല്ലാം കണക്കാക്കിയിരുന്നത്. അത്രയ്ക്ക് വന്നിട്ടില്ല. എന്നാൽ പൊതുവെ ആ വോട്ടർ പട്ടികയ്ക്കകത്ത് നല്ലൊരു ശതമാനം ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ശ്രദ്ധേയമായത് പുതിയ തലമുറയിലെ വോട്ടർമാർ അവർ സമ്മതിദായകാവകാശം വിനിയോഗിച്ചിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. ഇപ്പോൾ പോളിംഗ് പണ്ടത്തെ ഒരു ഫോർമുലകളൊന്നും ഇപ്പോൾ ആരും മറക്കുകയല്ല. കഴിഞ്ഞ തവണയും ഇവിടെ നല്ല പോളിംഗ് ആയിരുന്നു, എല്ലായിടത്തും പോളിംഗ് വർദ്ധിച്ചിരുന്നു. പണ്ടത്തെ സമവാക്യങ്ങളൊന്നും ഇപ്പം അങ്ങനെ വർക്ക് ചെയ്യുന്നില്ല. എങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട്. അത് ഗുണകരമായിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ജനങ്ങൾ അവരുടെ വിധി എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് ഇരിക്കുക. 3-ന് ഇതിനിടയിൽ പ്രത്യേകിച്ച് പ്രവർത്തനം നടത്തിയിട്ട് വിധി അനുകൂലമാക്കാനോ പ്രതികൂലമാക്കാനുള്ള സിദ്ധികളൊന്നും ആരുടെ കയ്യിലില്ല. അവരവരുടെ വിധി എഴുതി. നമ്മൾ എന്നാൽ അവരുടെ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, മണ്ഡലത്തിൽ MLA-മാർ ചെയ്ത കാര്യങ്ങൾ, പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ, അതെല്ലാം ജനങ്ങളിലേക്ക് നന്നായി എത്തിച്ചിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണങ്ങളാണ്. നെഗറ്റീവായ ഘടകങ്ങളൊന്നും തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നില്ല. പിന്നിപ്പോൾ അവരുടെ വിധി എഴുതി. അപ്പോൾ ഇനി 3-ാം തീയതി വരെ എല്ലാവരും സ്വസ്ഥമായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അല്ല അവർക്കിപ്പോൾ എല്ലാം അവർ മാത്രമല്ല, ഞാൻ പറഞ്ഞു, ജനങ്ങൾ വിധി എഴുതി കഴിഞ്ഞാൽ അതിനുവേണ്ടി കാത്തിരിക്കുക. കഴിഞ്ഞ തവണയും അവർ ആ രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും നടത്തിയിരുന്നത്. അതിനകത്ത് സ്റ്റാഫിനെ വരെ കഴിഞ്ഞ തവണ തീരുമാനിച്ചിരുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറി ആര്, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആര്, അത് ഉൾപ്പെടെ കഴിഞ്ഞ തവണയും തീരുമാനിച്ചിരുന്നല്ലോ. അപ്പോൾ നമ്മൾ കാണേണ്ട ഭാഗം ഇത്തവണ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫാക്ടർ ഒന്നും ഇടതുപക്ഷത്തെ സംബന്ധിച്ചോ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോ ഉണ്ടായില്ല. അതുമാത്രമല്ല, പോസിറ്റീവായ ഒത്തിരിയേറെ ഘടകങ്ങൾ ഉയർന്നു വന്നു. സർക്കാരും ഒടുവിൽ കുറേ കാര്യങ്ങൾ എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, കുറേ കൂടി വിസിബിളാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾ വിധി എഴുതും. നല്ല വിജയം കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വിധി കൗണ്ടിങ്ങിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. അല്ല, ഞാൻ ഭരണവിധി ആഞ്ഞടിക്കാൻ എന്തെങ്കിലും ഒരു എപ്പിക് സെൻറ്റർ എവിടെയെങ്കിലും ഒരു പ്രഭവ കേന്ദ്രം വേണം, എന്തെങ്കിലും കാരണങ്ങൾ വേണമല്ലോ. ഇതുണ്ടെന്ന് പറയുന്ന ഒരു ഇന്ന കാരണം എന്ന് പറയാവുന്ന ഒരു കാരണവും ഇത്തവണ ഉണ്ടായില്ല. നിങ്ങളിപ്പോൾ ആരോടെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് എന്തുകൊണ്ട് നിങ്ങൾ ഇതിൽ ചിന്തിക്കുന്നു എന്നും പല മാധ്യമങ്ങളും ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, എന്നാലും ആയിക്കോട്ടെ എന്ന മട്ടിലാണല്ലോ UDF താല്പര്യമുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് കേരളത്തിൽ പ്രചരണ ഘട്ടത്തിലൊന്നും തന്നെ അത്തരമൊന്നും വികാരം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ചും UDF വിശ്വസിക്കാൻ പറ്റാവുന്ന സംവിധാനമല്ല എന്ന കാര്യങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വോട്ടെടുപ്പ് സ്വാധീനിക്കാൻ പറ്റാതില്ലാത്തതുകൊണ്ട് അല്പമെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും വയനാടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ദുരന്ത ബാധിതരുടെ പേരിൽ നടത്തിയ കൊള്ള, അത് പുറത്തുവിടുകയാണ്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് 10 വർഷം കഴിഞ്ഞൊരു ഗവൺമെൻറ് യാതൊരു തരത്തിലുള്ള അഴിമതി ആരോപണമോ മറ്റു നേരിടാതിരിക്കുകയും 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു മുന്നണി സാമ്പത്തിക തട്ടിപ്പിന് ജനങ്ങളാൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അതും രാഷ്ട്രീയത്തിൽ അപൂർവമായി സംഭവിച്ചതല്ലേ. അല്ല, ഞാൻ പറഞ്ഞ അത്രയും വലിയൊരു ഇത് കാണുന്നില്ല. പിന്നെ ഇത് ശരിയാണ്, ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ ഇത് സ്റ്റേറ്റ് കൊണ്ടുപോകുന്നതാണെന്നുള്ള ചിത്രം പോയല്ലോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ഇത് സ്റ്റേറ്റ് കൊണ്ടുവന്നതാണ്, പിണറായി കൊണ്ടുപോകുന്നതാണ് SIR, അതുകൊണ്ട് വോട്ട്. ഇപ്പോൾ അങ്ങനെയായിരുന്നില്ല, നമുക്ക് വോട്ട് ചെയ്തിരിക്കണം എന്ന് മാത്രമാണ് അവർക്കിടയിൽ വന്നിട്ടുള്ള സന്ദേശവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് മാത്രമല്ല, SIR-ൽ വന്നിട്ടുള്ള പ്യൂരിഫിക്കേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പുതിയ വോട്ടും വന്നില്ല. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു 5 to 6% ഒരു പോളിംഗ് ശതമാനം സ്വാഭാവികമായിട്ടും വർദ്ധിക്കേണ്ടതാണ്. മറ്റ് സ്റ്റേറ്റുകൾ കണ്ടില്ല, മറ്റ് ആസാം, പുതുശ്ശേരിയൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ കാണുന്നില്ല, ഒരു സ്വാഭാവികമായിട്ടുള്ള ഇത് തന്നെ കാണുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ വരുമ്പോഴും പഴയ ഫോർമുലകളൊന്നുമല്ലല്ലോ. കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പും നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 5-6 തെരഞ്ഞെടുപ്പുകൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കൃത്യമായ ഫോർമാറ്റ് അതിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ജനങ്ങൾ നന്നായി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ, രാഷ്ട്രീയ കാര്യങ്ങൾ, പിന്നെ അവർ നടത്തിയ നുണപ്രചാര വേലകൾ നന്നായി തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളും ഫീൽഡിൽ ഞങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണല്ലോ, അത് തന്നെയായിരിക്കും നിങ്ങൾക്കും കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും സ്വസ്ഥമായിട്ട് കുറച്ച് ദിവസം കാത്തിരിക്കുക. 3-ാം തീയതി ജനങ്ങൾ എന്താണ് വിധി എഴുതിയെന്ന് എല്ലാവർക്കും അറിയാൻ കഴിയും.
അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല രീതിയിൽ തന്നെ അവരുടെ പിന്തുണ. എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിന് ഈ കേരളത്തിൽ ഇങ്ങനെ സംവിധാനം തുടരണം എന്ന ചിന്ത സ്വാഭാവികമായിട്ടും വരും. പിന്നെ മറ്റ് ഇലക്ഷൻ കേന്ദ്രീകരണം, എല്ലാ തരത്തിലും കേന്ദ്രീകരണം അങ്ങോട്ടും ഇങ്ങോട്ടും വരാവുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. ഒന്ന് കേന്ദ്രീകരിച്ച് വേറെ കേന്ദ്രീകരിക്കും. അപ്പം അങ്ങനെയുള്ളൊരിതല്ല. പൊതുവെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ, വികസന കാര്യങ്ങളെല്ലാം കുറേ കൂടി ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്, ക്ഷേമകാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അവർ അനുകൂലമായി വിധി എഴുതിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ കണക്കാക്കുന്നത്. കുറേ കൂടി മെച്ചപ്പെട്ട വിജയം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി എല്ലാവരും സ്വസ്ഥമായി കുറച്ച് ദിവസം കാത്തിരിക്കുക. ഒരു കാര്യം കൂടെ, ഇപ്പോൾ അവസാനമായി ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിട്ടുണ്ട്. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കോടതി അലക്ഷ്യ കേസുകാർക്ക് അദ്ദേഹത്തിന് കോടതി അലക്ഷ്യ കേസ് നിലനിൽക്കുന്ന ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അനുമതി വേണ്ട എന്ന് ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എൻ്റെ വിധിഭാഗം കണ്ടില്ല. അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കോടതി ഇലക്ഷൻ എങ്ങനെ കോടതി പറഞ്ഞിട്ടില്ലല്ലോ ഒരു കാര്യം ചെയ്യാനായിട്ട്. കോടതി ഇലക്ഷൻ നിൽക്കണമെങ്കിൽ കോടതി പറഞ്ഞ കാര്യം ലംഘിക്കണമല്ലോ. അതിൽ കോടതി പറഞ്ഞ ഒരു കാര്യം ലംഘിച്ചതായിട്ട് ഞങ്ങളുടെ മുൻപിലില്ല. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഇതിൽ എന്താണെന്നുള്ളത് നോക്കിയിട്ടേ പറയാൻ കഴിയുള്ളൂ. ഒരു കാര്യവും ലംഘിച്ചതായിട്ട് ഞങ്ങളുടെ മുൻപിൽ. അല്ലെങ്കിൽ കോടതി പറയട്ടെ, റദ്ദാക്കി അവർക്ക് സാങ്ഷൻ കൊടുക്കുമെന്ന് കോടതി പറയട്ടെ. കോടതി എക്സിക്യൂട്ടീവിൻ്റെ ഷൂസിനകത്തേക്ക് കോടതിക്ക് കയറിയിരിക്കാൻ പറ്റില്ല. അതിലിപ്പോൾ ഇന്ന കാര്യം ഇതുണ്ട് എന്ന് കോടതി പോലെ എഴുതണം എന്ന് കോടതിക്ക് പറയാൻ പറ്റില്ല. കോടതി അലക്ഷ്യ കേസിനകത്ത് അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നേ നിലപാട് സ്വീകരിക്കാൻ പറ്റുള്ളൂ. ബാക്കി കാര്യങ്ങൾ വിധി വന്നതിന് ശേഷം ഞാൻ വായിച്ചിട്ടില്ല, നിങ്ങൾ പറഞ്ഞപ്പോഴും അറിയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ അനുസരിച്ച് നേരത്തെ തന്നെ, ഇപ്പോഴത്തെ കഴിഞ്ഞ കാലങ്ങൾ വന്ന കാര്യമാണ്. അത് തീരുമാനം എടുത്തിട്ടുള്ളതാണ്. ബാക്കി കോടതി കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരുമ്പോഴൊരു സാഹചര്യം ഉണ്ടാവും. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിനകത്ത് ഇതാണെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പ്രൊസീഡിങ്സ് തുടങ്ങാനല്ലേ പറ്റുള്ളൂ. അത് ആ ഘട്ടത്തിൽ നോക്കാം. അല്ല, ഇതെല്ലാം വളരെ നേരത്തെ എടുത്ത നിലപാടാണല്ലോ. അതെ. അതിപ്പോൾ ഒരു ബെഞ്ച് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അത് ഇപ്പോൾ എന്താണെന്നുള്ളത് നോക്കി കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൽ എവിടെ വരെ പോവാം. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണെങ്കിൽ ഏത് കോടതിയാണ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് പറയാനുള്ള അധികാരമുള്ളത്? ഇങ്ങനെ പല നിയമപ്രശ്നങ്ങൾ നോക്കാനുണ്ട്. അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, നോക്കിയിട്ട് പറയാം.